2021 ആസാമിൽ നന്ദിത എന്ന് പറയുന്ന 20 വയസ്സുകാരി ഇവളുടെ കോളേജിൽ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മരണപ്പെട്ടിരുന്നു. ഈ ഒരു കേസ് അന്ന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം 20 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഒരുപാട് ക്രൗഡിൻ്റെ ഇടയിൽ വെച്ചാണ് പ്രേമം നിരസിച്ചു എന്ന പേരിൽ ഒരുത്തനവളെ കുത്തി കൊലപ്പെടുത്തുന്നത്. ആ ഒരു കേസിനക്ഷരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കേസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. ആസാമിലെ ദേമാജി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന പെൺകുട്ടിയാണ് നന്ദിത. നന്ദിതയ്ക്ക് 20 വയസ്സായിരുന്നു പ്രായം. അവൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. നന്ദിതയുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരനുണ്ട്. അച്ഛന് പലചരക്ക് കച്ചവടമാണ് ജോലി. സഹോദരൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ്. അമ്മ ഹൗസ് വൈഫാണ്. നന്ദിത പഠിക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു. നന്ദിതയുടെ കോളേജ് എന്ന് പറയുന്നത് അവളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരെയായിട്ടാണ്. അപ്പോൾ സാധാരണ ഹോസ്റ്റലിൽ നിന്നാണ് ആ പെൺകുട്ടി പഠിക്കുന്നത്. പക്ഷേ സെമസ്റ്റർ എക്സാം ആകുന്ന സമയത്ത് അവൾ വീട്ടിലേക്ക് വരും. കാരണം പഠിത്തത്തിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും എക്സാം ഉള്ള ദിവസങ്ങളിൽ അവൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വരെ പോകും. അപ്പോൾ ബസ്സിൽ പോകുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു കാര്യമാണ്. നന്ദിതയ്ക്ക് ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. കശ്മിന എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. നന്ദിതയുടെ വീട്ടിൽ നിന്ന് കുറച്ച് മാത്രം ദൂരെയായിട്ടാണ് കശ്മിനയുടെ വീട്. കശ്മിനയുടെ അച്ഛന് ബിസിനസ്സാണ്. അദ്ദേഹം ഒട്ടുമിക്ക സമയങ്ങളിലും വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ സെമസ്റ്റർ എക്സാം ആകുന്ന സമയത്ത് നന്ദിത കശ്മിനയുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ വണ്ടിയിൽ ബൈക്കിലായിരിക്കും ആ ഒരു എക്സാം നടക്കുന്ന കോളേജിലേക്ക് പോവുക. പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ്. എക്സാം കറക്റ്റ് സമയത്തിന് തന്നെ നടക്കും. അപ്പോൾ ആ ഒരു സമയം കോളേജുകാർ പറയുന്ന സമയത്തിന് തന്നെ കുട്ടികളെല്ലാവരും തന്നെ അവിടേക്ക് എത്തണം. അതുകൊണ്ട് രാവിലെ 9 മണിക്ക് ശേഷം തന്നെ ഇവർ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസം നന്ദിത രാവിലെ 9 മണിക്ക് കശ്മീരുടെ വീട്ടിലേക്ക് എത്തുന്നു. അച്ഛൻ ആ ഒരു ബൈക്കിൽ 3 പേരും കൂടെ ഒരുമിച്ച് 9:30 ആയപ്പോൾ തന്നെ കോളേജിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ കോളേജിലെത്തി. ഏതാണ്ട് 12 മണിക്ക് മുന്നേ തന്നെ കോളേജിൽ എത്തുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 1:30ക്കാണ് ഇവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ദേവദത്ത എന്ന് പറയുന്ന പിതാവ് 2 മക്കളോടും കൂടെ പറയുകയാണ്. കാരണം സ്വന്തം മകളുണ്ട്, പിന്നെ കൂട്ടുകാരിയാണല്ലോ, അപ്പോൾ മക്കളെ പോലെയല്ല കരുതുക. മക്കളോട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് എക്സാമിന് വേണ്ടിയിട്ട് കയറുമെന്ന് പറയുകയാണ്. കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ പറഞ്ഞു, വേണ്ട, ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്നാക്സ് കഴിച്ചിട്ട് എക്സാമിന് കയറിക്കോളാം. അച്ഛൻ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഒരു 3:30 ആകുമ്പോഴത്തേക്കും തിരികെ ഇങ്ങോട്ട് വന്നാൽ മതി. അദ്ദേഹം ബൈക്കിലാണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കോളേജിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ആ ദേവദത്ത് എന്ന് പറയുന്ന പിതാവ് അദ്ദേഹത്തിൻ്റെ ബൈക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. 3:30ക്ക് വന്നാൽ മതി. അങ്ങനെ എക്സാം കഴിഞ്ഞു. 3:30 ആയപ്പോഴത്തേക്കും കശ്മിന അവളുടെ പിതാവിനെ വിളിക്കുകയാണ്. പറഞ്ഞു, എക്സാം ഒക്കെ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്, അത് ഞങ്ങളൊരു കാര്യം ചെയ്യാം, ക്യാൻറ്റീനിൽ, കോളേജിലെ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അച്ഛൻ നേരെ ക്യാൻറ്റീനിലേക്ക് വന്നാൽ മതി. അച്ഛന് ക്യാൻറ്റീനൊക്കെ നന്നായിട്ട് അറിയാം. അവർ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറയുകയാണ്, എക്സാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഫുഡ് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. സ്നാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ആ സ്നാക്സ് കുറച്ചില്ലായിരുന്നു, അത് തീർന്നു പോയി, ചായ ഒന്നും തന്നെ അവൈലബിൾ അല്ല എന്ന് പറയുകയാണ്. ആ പിതാവ് അവിടേക്ക് വരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്നേരം വിശക്കുന്നില്ലേ, അതുകൊണ്ട് കാര്യം ചെയ്യാം, കോളേജിൻ്റെ പുറത്ത് പോയിട്ട് കുറച്ച് മാറിയിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ കശ്മീരി ആയിക്കോട്ടെ, അതേപോലെ നന്ദിത ആയിക്കോട്ടെ, അമ്മമാരെ വിളിച്ചിട്ട് എക്സാമിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, എക്സാമൊക്കെ ഉള്ളായിരുന്നു, ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചോട്ടെ, ക്യാൻറ്റീനിൽ ഫുഡില്ല, ഫുഡ് കഴിച്ചിട്ട് ഡീറ്റെയിൽസ് വിളിച്ച് പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ ബൈക്കിൽ കയറുന്നു, നേരെ ആ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ക്യാൻറ്റീനിലല്ല, റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ കോളേജിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അങ്ങനെ അവിടെ പോയിട്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ്. 3 പേരും കൂടെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 4:30 മണി സമയമായി. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിത ഫോൺ എടുത്തിട്ട് അവളുടെ അമ്മയെ വിളിക്കുകയാണ്. കാരണം നേരത്തെ എക്സാം കൊള്ളാമെന്ന് പറഞ്ഞു, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫോൺ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിതയുടെ അമ്മ കേൾക്കുന്നത് നന്ദിതയുടെ കരച്ചിലാണ്. അവളിങ്ങനെ അലറി വിളിച്ച് എന്നെ ഒന്നും ചെയ്യലെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അമ്മ കുറേ സമയം എന്ത് പറ്റി മോളെ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നന്ദിത ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ ഇങ്ങനെ കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഒരു പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് പിന്നെ അവിടുത്തെ ഒച്ചയും ബഹളവും അലർച്ചയും മാത്രമേ കേൾക്കുന്നുള്ളൂ. ആൾക്കാരുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്മ പേടിച്ച് വിറച്ചുപോയി. മകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ കോൾ കട്ട് ചെയ്തിട്ട് കൂടെയുള്ള കൂട്ടുകാരിയായിട്ടുള്ള കശ്മിനെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ കശ്മിനെ എടുക്കുന്നില്ല. കശ്മീരുടെ പിതാവിൻ്റെ നമ്പറുണ്ട്, ദേവദത്തയുടെ നമ്പറുണ്ട്. ദേവദത്തയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി, പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അതായത് ഒരുമിച്ച് യാത്ര ചെയ്ത കോളേജിലേക്ക് പോയ 3 ആൾക്കാരും ഫോൺ എടുക്കുന്നില്ല. അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് ടെൻഷൻ ആവുമല്ലോ. അമ്മ പേടിച്ച് വിറച്ചിട്ട് അദ്ദേഹത്തിൻ്റെ
അവരുടെ ഭർത്താവിനെ വിളിച്ച് കാര്യം പറയുകയാണ്. നന്ദിതയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറയുകയാണ്. അദ്ദേഹം പേടിച്ചു പോയിട്ട് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബ്രദറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ കശ്മീരിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിച്ചു. കശ്മീരിന്റെ വീട്ടുകാരാണെങ്കിൽ തന്നെയും കശ്മീരെ വിളിക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്, അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നേ ഇല്ല. ഇവർക്ക് മനസ്സിലായി എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അവിടെ എത്തിയാൽ മാത്രം അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നന്ദിതയുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് ഇറങ്ങി, ബ്രദർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ കോളേജ് ലക്ഷ്യം വെച്ച് പോവുകയാണ്. കാരണം കോളേജിന്റെ പരിസരത്താണല്ലോ ഈ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ കോളേജിന്റെ അടുത്ത് എത്തിയ സമയത്ത് തന്നെ അവിടെ കുറച്ച് ആൾക്കൂട്ടം ഈ ബ്രദർ കാണുകയാണ്. അപ്പോൾ ബ്രദർ അവിടെ പോയി ചോദിച്ചു എന്താണ് സംഭവിച്ചത്, എന്താണ് കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ആൾക്കൂട്ടം കണ്ട സ്ഥലത്ത് ഈ റോഡിലായിക്കോട്ടെ പല സ്ഥലത്തും രക്തം ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കൂടിയ നാട്ടുകാർ പറയുകയാണ്, കോളേജിൽ പഠിച്ചിരുന്ന 2 പെൺകുട്ടികൾ അവർ എക്സാം കഴിഞ്ഞ് അവളുടെ അച്ഛനുമായിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ വന്നിട്ട് അവരെ ആക്രമിച്ചു. ഒറ്റക്കാണ് വന്ന് ആക്രമിച്ചത്. കത്തി കൊണ്ട് കുത്തി. 2 പെൺകുട്ടികൾക്കും സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ പിതാവിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. 3 പേരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് അറിയില്ല. ആ ബ്രദറിന് മനസ്സിലായി തൻ്റെ പെങ്ങൾക്കും കൂട്ടുകാരിക്കും പിതാവിനൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ആശുപത്രി ഏതാണെന്ന് അദ്ദേഹം ചോദിച്ചറിയുകയും വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഏറ്റവും ആദ്യം കാണുന്നത് പിതാവായിട്ടുള്ള ദേവദത്തയാണ്. അപ്പോൾ ദേവദത്ത പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പരിക്കുണ്ട്, തലയിൽ കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവ് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് രക്തം പോയിട്ടുമുണ്ട്. പെൺകുട്ടികൾ 2 പേരുണ്ട്. അപ്പോൾ കശ്മീരിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്, നന്ദിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കശ്മീരിന് അവിടെ വാതിലുണ്ട്. കശ്മീരിയുടെ ശരീരത്തിലും പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ ഇവിടെയായിട്ട് മുറിവുണ്ട്, ഷോൾഡറിന് ഇവിടെയായിട്ട് മുറിവ് സംഭവിച്ചിട്ടുണ്ട്, കയ്യിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് രക്തം പോയിട്ടുമുണ്ട്. നന്ദിതയെക്കുറിച്ച് അന്വേഷിച്ചു. നന്ദിതയാണെങ്കിൽ വാർഡിലില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ പറയുകയാണ് നന്ദിതയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട്. നന്ദിതയുടെ വയറിൽ, നെഞ്ചിൻ്റെ ഭാഗത്ത്, തലയുടെ ഭാഗത്ത് പോലും കത്തിക്കൊണ്ട് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് രക്തം പോയിട്ടുമുണ്ട്. അതുകൊണ്ട് നന്ദിത ഞങ്ങളിപ്പോൾ ICUയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവളുടെ സ്റ്റേജ് കുറച്ച് ക്രിട്ടിക്കലാണെന്ന് ബ്രദറിനോട് പറയുകയാണ്. ഇതെന്താണ് സംഭവിച്ചത്, ആരാണ് ചെയ്തത്, ആർക്കും തന്നെ അറിയാത്തൊരവസ്ഥയാണ്. ഇതെന്തായാലും ഒരു കൊലപാതക ശ്രമമാണെന്ന് നാട്ടുകാർക്കും ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ദേവദത്തയോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ആ ഒരു ക്യാൻറ്റീനിൽ ഭക്ഷണമില്ലാതെ പുറത്തേക്ക് വന്നു, റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അവിടെ വണ്ടി നിർത്തുകയായിരുന്നു. പെട്ടെന്നാണ് ഒരുത്തൻ ഇങ്ങോട്ട് വന്നത്, ആക്രമിച്ചത്. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ തനിക്ക് അറിയില്ല. പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും ഇതൊരു കൊലപാതക ശ്രമമാണ്, നോർമലി ഉള്ള കേസല്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ മൊഴി എടുക്കണമല്ലോ, 3 പേരുടെ മൊഴി എടുക്കണം. അതിനകത്ത് നന്ദിതയുടെ മൊഴി എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. നന്ദിതയ്ക്ക് ബോധം പോലുമില്ല. അങ്ങനെ ഡോക്ടേഴ്സ് വന്നിട്ട് നന്ദിതയുടെ വീട്ടുകാരോട് ഒരു കാര്യം പറയുന്നത്, നന്ദിത ഇപ്പോൾ കോമ സ്റ്റേജിലാണ്, രക്ഷപ്പെടാനായിട്ട് കുറച്ചധികം പാടാണ്. നന്ദിതയുടെ അച്ഛൻ, അമ്മ, മറ്റ് ബന്ധുക്കൾ, കശ്മീരിയുടെ വീട്ടുകാരെല്ലാവരും തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞ് എല്ലാവരും ഒരുപാട് സങ്കടത്തിലേക്ക് പോവുകയാണ്. കാരണം ആരും പ്രതീക്ഷിച്ചൊരു കാര്യം ആയിരുന്നില്ലത്. ഇനി പോലീസ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കശ്മീരിയുടെ മൊഴിയെടുത്തു, ദേവദത്തയുടെ മൊഴിയെടുക്കുകയാണ്. ഈ മൊഴിയെടുത്ത സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ ഒരു കാര്യങ്ങൾ ഇങ്ങനെയാണ്. എക്സാം കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. 1.5 കിലോമീറ്റർ മാത്രമാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവദത്തയ്ക്ക് ഒരു ഡൗട്ട് വരികയാണ്. ആരോ തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു യെല്ലോ ഷർട്ടിട്ട, ഒരു റെഡ് കളർ സ്കൂട്ടിയിലുള്ള ഒരു യുവാവാണ് തങ്ങളെ ഫോളോ ചെയ്യുന്നത്. അവന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോളേജ് മുതൽ തന്നെ അവനിങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴത്തേക്കും അവനിങ്ങനെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ ജസ്റ്റ് ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അവൻ വീണ്ടും അവരെ പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കൂട്ടമുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് എന്തായാലും ചോദിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദേവദത്ത പതുക്കെ വണ്ടി നിർത്തിയിട്ട് ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പെൺമക്കൾ 2 പേരും കൂടെ ആ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ മഞ്ഞ വസ്ത്രം ധരിച്ച ആ യുവാവ് ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. അവൻ ഏറ്റവും ആദ്യം ഉപദ്രവിച്ചത് നന്ദിതയാണ്. നന്ദിതയുടെ തലഭാഗത്താണ് ആ കത്തി കൊണ്ട് ഏറ്റവും ആദ്യം തന്നെ കുത്തിയത്. നെഞ്ചിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും കൈയുടെ ഭാഗത്തൊക്കെ മാറി മാറി കുത്തുന്നുണ്ട്. കശ്മീർ അടുത്തുണ്ട്. അപ്പോൾ കശ്മീർ അടുത്ത് നിന്ന് ഓടി നന്ദിതയുടെ അടുത്തേക്ക് നിന്ന സമയത്ത് കശ്മീരിനെ അവൻ ഉപദ്രവിക്കുകയാണ്. കശ്മീരിൻ്റെ കയ്യിലും ഒക്കെ അവൻ കത്തി കൊണ്ട് കുത്തി. ഈ പിതാവ് ഇത് കണ്ടിട്ട് ഓടി അടുത്തേക്ക് ചെല്ലുകയുണ്ടായി. അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ആ ഹെൽമെറ്റ് ഊരിട്ടില്ല. ആ ഹെൽമെറ്റിലും ആദ്യം അവൻ കുത്തുകയാണ്. പിന്നീട് കയ്യിലൊക്കെ ആ ഒരു കുത്ത് ഏൽക്കുകയാണ്. ഇവൻ സൈക്കിക്കായിട്ടാണ് പെരുമാറുന്നത്. ഒരുപാട് ആൾക്കാർ ഓടിക്കൂടി. എല്ലാവരും ഇവൻ ഈ ചെയ്യുന്നതൊക്കെ ഫോണിൽ വീഡിയോ ആയിട്ട് പകർത്തുകയും ചെയ്തു. പല ആൾക്കാരും രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവരെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. എന്നിട്ട്
ലാസ്റ്റ് എല്ലാവരെയും കത്തിക്കൊണ്ട് കുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു വണ്ടി എടുത്തിട്ട് ആ സ്ഥലത്ത് നിന്ന് അവൻ കടന്നു കളയുകയാണ്. അവനെ കണ്ടാൽ 100% തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ദേവദത്ത പോലീസിനോട് പറയുകയാണ്. ഇതിനു മുമ്പേ അവനെ കണ്ടിട്ടില്ല. അവനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വയ്യ. 2 പെൺകുട്ടികളിൽ നന്ദിതയാണെന്നുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാശ്മീരാണെന്നുണ്ടെങ്കിൽ ആപ്പാട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ആ പെൺകുട്ടിയുടെ അടുത്ത് പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ ചോദിച്ചില്ല. എന്തായാലും കൊലപാതക ശ്രമമാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് പോയിട്ട് പോലീസിന് അന്വേഷിച്ചേ മതിയാകുകയുള്ളൂ. അങ്ങനെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തുകയാണ്. അവിടെ പല ആൾക്കാരും ഫോണിൽ വീഡിയോ പകർത്തിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വ്യക്തമായിട്ട് ഈ കൊലപാതകം ചെയ്ത ആളുടെ മുഖം പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ വാർത്തയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴത്തേക്കും ഈ കൊലപാതകം ചെയ്ത വ്യക്തി ആരാണെന്ന് വളരെ ഈസി ആയിട്ട് പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. അവൻ്റെ പേര് റിൻറ്റു എന്നാണ്, റിൻറ്റു ശർമ്മ. അങ്ങനെ റിൻറ്റു ശർമ്മയെ ലക്ഷ്യം വെച്ച് പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അവനെ പിടികൂടിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ റിൻറ്റു ശർമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. റിൻറ്റു ശർമ്മയുടെ അവസാനത്തെ ലൊക്കേഷൻ നോക്കിയാണ്. റിൻറ്റു ശർമ്മ ഇവർ പഠിക്കുന്ന അതേ കോളേജിൽ വർക്ക് ചെയ്യുന്ന ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ്. അവൻ്റെ ലൊക്കേഷൻ കിട്ടി. അവൻ താമസിക്കുന്ന വീട്ടിൽ അവനുണ്ട്. അതാണ് അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അവൻ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവൻ ആ ഷർട്ട് മാറാതെ, രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ ഒരു ഷർട്ട് മാറാതെ, ആ കത്തി കൈയുടെ അടുത്ത് നിന്ന് മാറ്റാതെ ആ കത്തിയുമായിട്ട് അവൻ ആ വീട്ടിൽ ഇരിക്കുകയാണ്. പോലീസിനെ കണ്ടതും അവനിങ്ങനെ സൈക്കിക്കായിട്ട് പെരുമാറാൻ തുടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. പ്രാഥമികമായിട്ടുള്ള ചികിത്സ കൊടുക്കാനായിട്ട് അവനെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. കാരണം അവൻ സൈക്കിക്കായിട്ടാണ് പോലീസിനോട് പെരുമാറുന്നത്. ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയുന്നുമില്ല. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിച്ച് അവന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഈ ട്രീറ്റ്മെൻറ്റ് ഇവന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഓഗസ്റ്റ് 25 ആയപ്പോഴത്തേക്കും നന്ദിത എന്ന് പറയുന്ന ആ പെൺകുട്ടി മരണപ്പെട്ടു. അവളുടെ സ്റ്റേജ് അത്രയ്ക്കും മോശമായിരുന്നു. കോമ സ്റ്റേജിലാണ് ആ പെൺകുട്ടി 4 ദിവസം കഴിഞ്ഞിരുന്നത്. ഏറ്റവും ആദ്യത്തെ ആശുപത്രിയിൽ നിന്ന് അവളുടെ സ്റ്റേജ് വളരെ മോശമായതുകൊണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ പ്രയോജനം ഒന്നും തന്നെ ഉണ്ടായില്ല. ആ പെൺകുട്ടി ഓഗസ്റ്റ് 25 ഉച്ചയ്ക്ക് 3:30 മരണപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ കേസ് കൊലപാതക ശ്രമ കേസിൽ നിന്ന് കൊലപാതക കേസായിട്ട് മാറുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നന്ദിത ജീവിച്ചിരിപ്പില്ല. പിന്നെ ഈ റിൻറ്റു ശർമ്മ എന്ന് പറയുന്നവനെ ചോദ്യം ചെയ്യണം. ആദ്യത്തെ 3-4 ദിവസം അവനെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് സാധിച്ചില്ല. അവൻ പോലീസിനോട് ഈ 3-4 ദിവസം ആവർത്തിച്ച് പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു. തന്നെ അവൾ ചതിച്ചു. നന്ദിത തന്നെ ഒരുപാട് ചതിയിലൂടെ കൊണ്ടുപോയി. എനിക്ക് അവളെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. എന്നെ ചതിച്ച അവളെ ഞാൻ ഇല്ലാതാക്കി. ഇതാണ് റിപ്പീറ്റ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പോലീസിന് മനസ്സിലായില്ല. നന്ദിതയുടെ സുഹൃത്തുക്കൾ, വീട്ടുകാരെല്ലാവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി. ഈ വീട്ടുകാരിൽ നിന്ന് പോലീസ് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഈ റിൻറ്റു എന്ന് പറയുന്നവൻ ഈ പെൺകുട്ടിയുടെ പിറകെ നടന്നുകൊണ്ട് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. ആ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരുപാട് കംപ്ലൈൻറ്റ് ഈ പെൺകുട്ടി ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ പ്രേമം നിരസിച്ച ആ ദേഷ്യത്തിലായിരിക്കാം ഇവൻ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതിന് പിന്നെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുകയേ മതിയായുള്ളൂ. അങ്ങനെ റിൻറ്റു ശർമ്മയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ അവൻ സമ്മതിക്കുകയാണ്, ഞാൻ തന്നെയാണ് നന്ദിതയെ കൊലപ്പെടുത്തിയത്, ഒറ്റയ്ക്ക്, മറ്റാരുടെയും സഹായം ഇല്ലാതെ. അവൻ്റെ വീട്ടിൽ നിന്ന് ആ കത്തി, ചോര പുരണ്ട ആ വസ്ത്രം, അവൻ ഓടിച്ചിരുന്ന റെഡ് കളറിലെ ആ ഒരു സ്കൂട്ടി, ഇതെല്ലാം തന്നെ പോലീസ് തെളിവുകളായിട്ട് ശേഖരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇവൻ എന്തിനീ കൊലപാതകം ചെയ്തു, എങ്ങനെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ്. അതിനുള്ള ഇവൻ്റെ മറുപടികൾ ഇപ്രകാരമായിരുന്നു. റിൻറ്റുവിന് 30 വയസ്സാണ് പ്രായം. നേരത്തെ പറഞ്ഞ പോലെ ഇവർ പഠിക്കുന്ന കോളേജിൽ ലൈബ്രറിയനായിട്ട് അവൻ ജോലി ചെയ്ത് വരികയാണ്. അപ്പോൾ 4 വർഷമായിട്ട് ആ ഒരു കോളേജിൽ അവൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദിത അവളുടെ 19 വയസ്സ് ആയപ്പോഴത്തേക്കും ആ കോളേജിലേക്ക് വരികയാണ്. പഠിക്കാനായിട്ട് വളരെ മിടിക്കായതുകൊണ്ട് തന്നെ അവൾ ആ ദിവസങ്ങളിൽ തന്നെ ലൈബ്രറിയിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദിതയെ ഇവൻ കാണുകയാണ്, റിൻറ്റു കാണുകയാണ്. കണ്ട മാത്രയിൽ തന്നെ ആ പെൺകുട്ടിയോട് അവനൊരു ഇഷ്ടം തോന്നുകയാണ്. സൗന്ദര്യത്തിൽ ആണ് ഏറ്റവും ആദ്യം തന്നെ അവൻ്റെ കണ്ണ് പോയത്. അങ്ങനെ ഈ നന്ദിതയായിട്ട് ഒരു അടുപ്പം ഉണ്ടാകണമെന്നും നന്ദിതയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഇവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നന്ദിതയാണെങ്കിൽ തന്നെയും ലൈബ്രറിയൻ എന്ന രീതിയിൽ മാത്രമാണ് ഏറ്റവും ആദ്യം റിൻറ്റുവിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് കൂടുതൽ അടുപ്പം വെക്കാനായിട്ട് തുടങ്ങി, ബുക്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനായിട്ട് തുടങ്ങി, കൂടുതൽ ഇങ്ങനെ മിണ്ടാനായിട്ട് തുടങ്ങിയാണ്. പതുക്കെ ഒരു സൗഹൃദം ഉണ്ടാവുകയാണ്. അപ്പോൾ നന്ദിതയ്ക്കും കുഴപ്പമൊന്നുമില്ല. നന്ദിതയുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ റിൻറ്റുവിനെ അറിയുകയും ചെയ്യും. വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. നന്ദിതയെ പ്രപ്പോസ് ചെയ്തു. നന്ദിത പറഞ്ഞു, തനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് പഠിക്കണം, അതുകൊണ്ട് താല്പര്യമില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഈ പ്രപ്പോസൽ നിരസിച്ച സമയത്ത് അവൻ വീണ്ടും നന്ദിതയെ പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നന്ദിതയ്ക്ക് ലൈബ്രറിയിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതായത്
ഇവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രപ്പോസ് ചെയ്യുക, വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് സംസാരിക്കുക, മറ്റൊന്നും പറയുന്നേയില്ല. അതൊക്കെ ആ ഒരു സൗഹൃദം കളയാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ റിന്റു ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ലൈബ്രറിയൻ ആകുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ അഡ്രസ്സ്, ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിന് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇവൻ ആ പെൺകുട്ടിയുടെ നമ്പർ എടുത്തു. ആ നമ്പറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒടുവിൽ ആ പെൺകുട്ടി അവനെ ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നാണല്ലോ പഠിക്കുക നന്ദിത. എല്ലാ ആഴ്ചയിലും അവൾ വീട്ടിൽ പോകും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വീട്ടിൽ പോകും. ഈ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ റിന്റു ആ പെൺകുട്ടിയുടെ പുറകെ വീട് വരെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവൾക്ക് മനസ്സിലായി ഇത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഫ്രണ്ട്സ് മുഖേന അല്ലെങ്കിൽ അവൾ സ്വന്തമായിട്ട് പലതവണ റിന്റുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് താല്പര്യമില്ല, ഈ ബന്ധത്തിന് താല്പര്യമില്ല, തനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ്. ഇവൻ ഈ റിന്റുവിൻ്റെ അടുത്ത് താല്പര്യമില്ല എന്ന് എത്ര തവണ പറയുന്നു അതിൻ്റെ 10 ഇരട്ടി ഇവൻ ആ പെൺകുട്ടിയെ പുറകെ നടന്ന് പ്രപ്പോസ് ചെയ്ത് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഇവൻ ചെയ്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവളുടെ പോലും അനുവാദമില്ലാണ്ട് കയറി ചെല്ലുകയാണ്. അവളുടെ മാതാപിതാക്കളെ, നന്ദിയുടെ മാതാപിതാക്കളെയും ബ്രദറിനെയും നേരിട്ട് കണ്ടിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ്. ആ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ മകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്തായാലും വിവാഹം കഴിപ്പിക്കുകയാണെന്ന് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, പിന്നീടുള്ള കാര്യമാണ്, ഇപ്പോൾ എന്തായാലും വിവാഹത്തിനെ പറ്റി ആലോചിക്കുന്നില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടെന്ന് പറയുകയാണ്. മാത്രമല്ല തങ്ങളുടെ മകളുടെ പിറകെ നടന്നതിന് ശല്യം ചെയ്യാൻ പാടില്ല എന്ന് കൂടെ മാതാപിതാക്കൾ പറയുകയാണ്. ഇത് റിന്റുവിന് വലിയ ഷെയിമായി പോവുകയാണ്. കാരണം റിന്റുവിൻ്റെ ഈ കാര്യം ഓൾറെഡി മാതാപിതാക്കളോട് നന്ദിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കാര്യം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു നാണക്കേട് വരികയാണ്. തിരിച്ചു നന്ദിത കോളേജിലേക്ക് ചെന്ന സമയത്ത് മാതാപിതാക്കളോട് പറഞ്ഞു തന്നെ നാണം കെടുത്തിയല്ലോ എന്ന രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നന്ദിതയ്ക്ക് മനസ്സിലായി ഇത് പെട്ടെന്നൊന്നും അവസാനിക്കുന്ന കാര്യമല്ല. നന്ദിത അതുകൊണ്ട് എന്ത് ചെയ്തു, കോളേജിലുള്ള പ്രിൻസിപ്പളിനോടും കോളേജ് മാനേജ്മെൻറ്റിനോട് ഈ കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് റിന്റുവിനെ വിളിപ്പിക്കുകയാണ്. റിന്റുവിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ആ പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അത് റിന്റുവിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയാണ്. കാരണം ജോലിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് എന്ത് ചെയ്യും? ഓൾറെഡി പ്രണയം നിരസിച്ചു, ആ പെൺകുട്ടി തൻ്റെ ജോലിയും കൂടി ഇനി കളയിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്നൊരു ധാരണയാണ് അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. അവൻ നന്ദിയുടെ വല്ലാത്തൊരു പകയാണ് പിന്നീട് തോന്നിയത്. തനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആർക്കും സ്വന്തമാകരുതെന്ന മെൻറ്റാലിറ്റിയിലേക്ക് അവൻ മാറുകയാണ്. പതിയെ നന്ദിത ഇപ്പോൾ ഏതെങ്കിലും ഒരു ആൺ സുഹൃത്തിനോട് മിണ്ടിക്കഴിഞ്ഞാൽ ഇവനത് ഇഷ്ടപ്പെടില്ല. ആൺ സുഹൃത്തിനോട് ഇവൻ പോയി ദേഷ്യപ്പെട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നന്ദിതയ്ക്ക് മനസ്സിലായി ഇത് ഇവിടെ എങ്ങും അവസാനിക്കില്ല. ഇവൻ ഈ ശല്യം ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ശല്യം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അപ്പോൾ നന്ദിത ഇപ്പം ആരോടും മിണ്ടിയാൽ, അതിപ്പോൾ പെൺകുട്ടികളോട് മിണ്ടിയാൽ പോലും അതുപോലെ ഇവന് ഇഷ്ടപ്പെടില്ല. ഇവൻ വീണ്ടും നന്ദിയുടെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നന്ദിത പറഞ്ഞു, ഇനി എന്തായാലും എനിക്ക് തന്നെ സഹിക്കാനായിട്ട് സാധിക്കില്ല. ഇനിയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ശല്യപ്പെടുത്താനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയും കംപ്ലൈൻറ്റ് ചെയ്യും, തന്നെ ഈ കോളേജിൽ നിന്ന് പറഞ്ഞ് വിടുകയും ചെയ്യും. അത് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്. ഇവനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവിടെ മനസ്സിലായി നന്ദിത എന്തായാലും തൻ്റെ പ്രണയം ഇനി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. തൻ്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാത്ത നന്ദിതയെ കൊലപ്പെടുത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ കൊലപാതകം ചെയ്യാനായിട്ട് ഇവൻ ഒരുപാടൊന്നും ചിന്തിച്ചില്ല. ഒരു കത്തി വാങ്ങിച്ചു വെച്ചു. ഈ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്താനായിട്ടാണ് അവൻ തീരുമാനിച്ചത്. അപ്പോൾ നന്ദിതയുടെ തേർഡ് സെമ്മിൻ്റെ എക്സാം ആയിട്ടുണ്ടായിരുന്നു. ഈ എക്സാം ആകുന്ന സമയത്ത് നന്ദിത വീട്ടിൽ നിന്നായിരിക്കും കോളേജിലേക്ക് വരിക എന്ന് ഇവന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇവൻ നന്ദിതയുടെ എക്സാം ഡേയിലെ ഓരോ ആക്ടിവിറ്റീസും ഇങ്ങനെ നോക്കിയാണ്. ഏത് സമയത്ത് വരും, ഏത് സമയത്ത് തിരിച്ചു പോകും, എങ്ങനെയാണ് തിരിച്ചു പോകും എന്നൊക്കെയും പരിശോധിക്കുകയാണ്. ഒരു കൂട്ടുകാരിയുമായിട്ടാണ് വരുന്നത്. കൂട്ടുകാരുടെ പിതാവാണ് രണ്ടുപേരും അവിടെ കൊണ്ടാക്കുന്നതൊക്കെ ഇവന് മനസ്സിലാക്കി. ഈ കൂട്ടുകാരുടെ പിതാവ് കൊണ്ടാക്കുമ്പോഴത്തേക്ക് ആ പിതാവിനെ പറ്റി ഇവന് ഒരുപാടൊക്കെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂടുന്നുണ്ടായിരുന്നു. ഇനി ആ പിതാവുമായിട്ട് നന്ദിതയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും ഇവൻ്റെ മനസ്സിലേക്കുള്ള ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അവനത് പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആകെ മൊത്തത്തിൽ ഈ സംശയരോഗം, അല്ലാന്നുണ്ടെങ്കിൽ പ്രേമിച്ച പെണ്ണ് നോ പറഞ്ഞപ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സില്ലായ്മ, ആ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമല്ലെങ്കിലും ആ പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നുള്ള ഒരു വൃത്തികെട്ട ചിന്താഗതി, ഇതെല്ലാം കൊണ്ടാണ് ആ പെൺകുട്ടി ഇവൻ കൊലപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഓഗസ്റ്റ് 21 നന്ദിതയും കൂട്ടുകാരത്തെയും കൊണ്ട് എക്സാം കഴിഞ്ഞ് തിരികെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവൻ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. ഇവൻ പിന്തുടർന്നപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം റെസ്റ്റോറൻറ്റിൽ ഒരു വണ്ടി നിർത്തി. ഈ റെസ്റ്റോറൻറ്റിൽ വെച്ച് കൊലപ്പെടുത്താനായിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ അവിടെ ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു. അവിടെ വെച്ച് കൊലപ്പെടുത്താനായിട്ട് പറ്റില്ലെന്ന് ഇവൻ ഉറപ്പായി. വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്കും ധർമ്മദത്ത വണ്ടി നിർത്തി നന്ദിത അവളുടെ അമ്മയെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇവന് കത്തിയുമായിട്ട് നേരെ പോയിട്ട് ആ പെൺകുട്ടിയുടെ ഏറ്റവും ആദ്യം നേരെ തലഭാഗത്താണ് ഇവൻ കുത്തിയത്. പിന്നീട് നെഞ്ചിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും ആ കത്തി കൊണ്ട് കുത്തി ഇറക്കി. ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് വന്ന 2 ആൾക്കാരെ, കൂട്ടുകാരെയും കൂട്ടുകാരുടെ പിതാവിനെയും ഇവൻ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. അവിടെ കൂടിയ ഒരുപാട് ആൾക്കാരുള്ള സമയത്തിനാണ് അവൻ ആ കൊലപാതകം ചെയ്തത്. അല്ലാണ്ട് ആരുമില്ലാത്ത സ്ഥലം നോക്കിയെന്നുള്ള ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ട് അവൻ സമയം തിരഞ്ഞെടുത്തത്. അവരെല്ലാവരെയും കത്തി കാണിച്ച് അവൻ ഭീഷണിപ്പെടുത്തുകയും തന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും കൊലപ്പെടുത്തും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ വണ്ടി എടുത്ത് അവനോടൊന്ന് കടന്ന് കളയുകയും ചെയ്തു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെയാണ് പോലീസ് ഇവനെ
അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവന് പിന്നീട് ശിക്ഷ കിട്ടിയെന്ന് വെച്ചാൽ 10,000 രൂപ പിഴയും അതേപോലെ തന്നെ ജീവപര്യന്തം ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ് ഇവന് നൽകിയിരിക്കുന്നത്. അവനെപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. ഈ ഒരു കേസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ റിന്റു ശർമ്മയെ പോലെ ഒരു പക്കാ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ടാവും. ഒരു പെൺകുട്ടിയുടെ പ്രേമം നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച, അല്ലെങ്കിൽ മുഖം വികൃതമാക്കാൻ നോക്കിയ ഒരുപാട് കാമുകന്മാരുടെ കഥ, അല്ലെങ്കിൽ കാമുകന്മാർ തന്നെ ആ പെൺകുട്ടിയുടെ പിതാവിനെ ഉൾപ്പെടെ ഉപദ്രവിച്ച കേസുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നന്ദിത എന്ന് പറഞ്ഞ ആ പെൺകുട്ടി, അവളുടെ ഭാഗത്ത് ഒരു തരി പോലും മിസ്റ്റേക്സ് ഇല്ല. തനിക്ക് പ്രേമിക്കാൻ തോന്നിയില്ല, അവളത് ഓപ്പണായിട്ട് പറഞ്ഞു. മാതാപിതാക്കളോട് കംപ്ലയിൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ കോളേജ് അധികൃതരോട് കംപ്ലയിൻറ്റ് ചെയ്തു. ആ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സൈക്കിക്കായിട്ടുള്ള ഒരുത്തൻ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് കൊണ്ട് ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് അവൻ തള്ളിവിടുകയും ചെയ്തു. ഇവന് ജീവപര്യന്തം ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന് ഇതേപോലത്തെ ക്രിമിനൽ സ്വഭാവങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുകൊണ്ട് തൂക്കുകയറാണ് ഇവന് കൊടുക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശിക്ഷ. കാരണം ഇതേപോലുള്ള ആൾക്കാർ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും തന്നെ ഒരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ജീവപര്യന്തം ശിക്ഷ ഇവന് കിട്ടി, ജയിലിൽ ജീവപര്യന്തം കിടന്നു എന്ന് വിചാരിക്കുക, ആർക്കെന്ത് ഗുണമാണ് ഇവൻ ജീവിച്ചിരിക്കുന്നുണ്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഇതേപോലുള്ള ക്രിമിനൽസിനെ നമ്മൾ നമ്മുടെ നികുതി പണം കൊടുത്ത് ഒരുപാട് ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സീ യു.